സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്തും ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം കേൾക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയുടെ വിഷയങ്ങളായിട്ടാണ് അത് മാറി വരാറുള്ളത്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലടക്കം ഇതൊരു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇഷ്യൂ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും സംഘപരിവാർ അതിനെ നന്നായി മാർക്കറ്റ് ചെയ്യുകയും അതിൽ മുതലെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു കാഴ്ചയാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും ഈ ലവ് ജിഹാദിൻ്റെ തുടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും ഇത് കേരളത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. ഈ വാക്ക് ഉത്ഭവിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ആരോപണത്തെ തുടർന്ന് വലിയ തോതിൽ ഒരു പ്രത്യേക സമുദായത്തെ മുൾമുലയിൽ നിർത്തുകയും വലിയ തോതിൽ അവരെ അവഹേളിക്കുകയും അതോടൊപ്പം തന്നെ പലർക്ക് ജീവഹാനി വരെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിരവധിയായ വർഗീയ കലാപങ്ങളാണ്, വർഗീയമായ ധ്രുവീകരണവും അതുപോലെ തന്നെ വർഗീയമായ മുതലെടുപ്പുമാണ് ഇതുപയോഗിച്ചുകൊണ്ട് സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാർ ആളുകൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പല മേഖലകളിൽ നിന്നും ഇവർ അതിനുള്ള വിളവെടുപ്പ് നടത്തിയത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മറ്റൊരു ലവ് ജിഹാദ് വലിയ തോതിൽ കത്തിക്കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജാർഖണ്ഡിൽ നിന്ന് ഒരു മുസ്ലിം യുവാവും അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു പെൺകുട്ടിയും കൂടി കേരളത്തിലേക്ക് എത്തിയതോടെയാണ് അത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായത്. എന്നാൽ കേരളത്തിൽ ചർച്ചയായ ചർച്ച ഒരു ചർച്ചയേ അല്ല എന്ന് വേണം കരുതാൻ. കാരണം ഇതുമായി മുതലെടുപ്പ് നടത്താനും വലിയ തോതിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് വലിയ തോതിൽ നടന്നിരുന്നു. തലസ്ഥാന നഗരിയായ റാഞ്ചിയിലടക്കം പ്രതിഷേധമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് പോലീസിൻ്റെ സംരക്ഷണം നൽകണമെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് കേരളത്തെ കത്തിക്കാൻ നോക്കിയവർക്ക് കിട്ടിയ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഈ ഉത്തരത്തിലുള്ള ഉത്തരവ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ചങ്കുറപ്പുള്ള തീരുമാനം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ കമിതാക്കളായ ഇരുവരെയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്തയാഴ്ച കോടതി ഹർജി പരിഗണിക്കും വരെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. 26-കാരിയായ ആശാ വർമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ മുഹമ്മദ് ഗാലിബിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ദമ്പതികൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് ജാർഖണ്ഡിൽ ഉടലെടുത്തത്. ആ വാർത്തയിൽ നിന്ന് നമുക്ക് പോയിട്ട് വരാം. 10 വർഷത്തിലേറെയായി പ്രണയത്തിലാണ് ജാർഖണ്ഡ് ചിത്തപൂർ സ്വദേശികളായ ആശാ വർമ്മയും മുഹമ്മദ് ഗാലിബും. ഒരാൾ ഇസ്ലാം മത വിശ്വാസിയും മറ്റൊരാൾ ഹിന്ദുവും. മതം പ്രണയത്തിന് വിഘാതമായപ്പോൾ ബന്ധുക്കൾ ഒന്നടങ്കം എതിർപ്പുമായി രംഗത്തെത്തി. ഒടുവിൽ 45 വയസ്സോളം പ്രായമുള്ള ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ പിതാവ് തീരുമാനിച്ചുവെന്ന് ആശ പറയുന്നു. വിദേശത്തുള്ള മുഹമ്മദിനെ ഉടൻ വിവരമറിയിച്ചു. നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ മുഹമ്മദുള്ള രാംഘട്ട് എന്ന സ്ഥലത്തേക്ക് ആശ പോയി. അപ്പോഴേക്കും ലവ് ജിഹാദ് എന്ന പേരിൽ നാട്ടിൽ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. സുരക്ഷിത സംസ്ഥാനം എന്ന തിരിച്ചറിവോടെ ഇരുവരും കേരളത്തിലേക്ക്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ 26-കാരി ആശയും 30-കാരൻ ഗാലിബും കായംകുളത്ത് ഇസ്ലാം മത ആചാരപ്രകാരം 11-ന് വിവാഹിതരായി. അവിടെയും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. നാട്ടിൽ സംഘർഷം രൂക്ഷമായതോടെ ഗാലിബിന്റെ രക്ഷകർത്താക്കളെ ജാർഖണ്ഡ് രാജ്രപ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തങ്ങളുള്ള ലൊക്കേഷൻ ഗാലിബിന് അയച്ചു കൊടുക്കേണ്ടതായി വന്നു. നൽകിയത് കായംകുളം പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ. ജാർഖണ്ഡ് പോലീസും ആശയുടെ സഹോദരി അൽക്ക, ശേഖർ പഡ്വ എന്നിവർ 14-ന് ഇവിടെ എത്തി. ഇവർ ആശയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കായംകുളം പോലീസും അഭിഭാഷകയും സുഹൃത്തുമായ GS ലതയും സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാനെത്തിയവരെ വിട്ടു നൽകാനാവില്ലെന്ന നിലപാടെടുത്തതോടെ ബന്ധുക്കളും പോലീസും 15-ന് മടങ്ങി. പിന്നീട് മുഹമ്മദ് ഗാലിബിനെതിരെ കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്താണവർ ഇന്നലെ വീണ്ടും കായംകുളത്തെത്തിയത്. കള്ള FIR ഇട്ടാണ് ഇപ്പൊ ഈ പെൺകുട്ടിയെയും പയ്യനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ളത്. അവർ ശരിക്കും ഒരു പോലീസുകാരാണെന്ന് പോലും നമുക്കറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പയ്യന്റെ വീട്ടുകാർക്കും എല്ലാം വധഭീഷണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പെൺകുട്ടിക്കാണേലും ഉണ്ട്. ഇവരവിടെ ചെല്ലുവാണെങ്കിൽ ഇവർ ജീവനോടിരിക്കും, ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തേക്കുന്നത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പെൺകുട്ടി വിവാഹബന്ധത്തിൽ ഉറച്ചു നിന്നതോടെ വീണ്ടും രാജ്രപ്പ പോലീസ് പ്രതിസന്ധിയിലായി. പ്രായപൂർത്തിയായതും വിവാഹിതരുമായവരെ വിട്ടുനൽകാനാവില്ലെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നിർദ്ദേശാനുസരണം കായംകുളം പോലീസ് വീണ്ടും നിലപാടെടുത്തു. ആ സമയം ജാർഖണ്ഡ് ചിത്തപൂർ തെരുവിൽ പ്രതിഷേധം കത്തിക്കയറുകയായിരുന്നു.
കേരള പോലീസ് നിലപാട് വ്യക്തമാക്കിയതോടെ ചിത്തപ്പൂരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടി കായംകുളത്തുണ്ടെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതയായെന്നും പ്രതിഷേധക്കാരെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ നാട്ടിലെത്തിയാൽ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന മുഹമ്മദ് ഗാലിബും ആശയും ഭയപ്പെടുന്നു. കേരളത്തിന്റെ മതേതരത്വം മാത്രമാണ് അവരുടെ പ്രണയത്തിന്റെ പ്രതീക്ഷ. 11 तारीख को हम शादी किए हैं एक दूसरे से. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से ये शादी किए हैं. इसके लिए हमारे खिलाफ फोर्स कुछ FIR भी हुआ है किडनैपिंग का. और 14 को पुलिस आया था अजरप्पा से यहाँ तक. यहाँ आके इसका स्टेटमेंट लेके गया, वीडियो कॉन्फ्रेंस सब करके गया था. उसके करने के बाद भी एक फॉल्स FIR हुआ है किडनैपिंग का. तो जिसके लिए उनको फिजिकल अपीयरेंस चाहिए. वैसे तो वीडियो कॉल से भी हम लोग उनको रिक्वेस्ट कर रहे हैं कि वीडियो कॉल्स के थ्रू हम कर देंगे, बट वो सुनने के लिए तैयार नहीं है. ऑलरेडी दिया भी हमने है, फिर भी वो वापस आए. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. ജസ്റ്റിസ് CS ഡയസ്, അത് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസായ CS ഡയസ് ആണ് ദമ്പതികൾക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. ദമ്പതികൾക്ക് വേണ്ടി അഭിഭാഷകനായ ശ്രാവൺ ഹാജരായി. ഇരുവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ കായംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHOയ്ക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ മുഹമ്മദ് ഗാലിബിനായി അറസ്റ്റ് വാറണ്ടുമായി കായംകുളത്തെത്തിയ ജാർഖണ്ഡ് അതുപോലെ രാജറപ്പ പോലീസ് തിരികെ മടങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മുഹമ്മദ് ഗാലിബിനൊപ്പം ആശാവർമ്മ എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ആശാവർമ്മയുടെ മൊഴിയും വിവാഹ സർട്ടിഫിക്കറ്റിൽ നിന്നും പോലീസിന് വ്യക്തമായിരുന്നു. അതേസമയം ആശാവർമ്മയ്ക്കും സംരക്ഷണം നൽകിയ മുഹമ്മദ് ഗാലിബിനും പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ പറഞ്ഞു. ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് നാട് വിട്ട് കേരളത്തിലെത്തിയ ആശാവർമ്മയും മുഹമ്മദ് ഗാലിബും ഫെബ്രുവരി 11-നാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എത്തി ജാർഖണ്ഡ് പോലീസിനെ ഉപയോഗിച്ച് ഈ ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയി അവിടെ എത്തി വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ കളമൊരുക്കുന്നതായിരുന്നു, അത്തരത്തിൽ സംശയിക്കപ്പെടുന്നതായിരുന്നു ജാർഖണ്ഡ് പോലീസിൻ്റെ ഇടപെടൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പുറത്തു വരുന്ന വിവരങ്ങളാണ്. ജാർഖണ്ഡിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ജാർഖണ്ഡിനെ മുൾമുനയിൽ നിർത്തിച്ച് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ സംഘികൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ സമൂഹം, കേരളത്തിൻ്റെ പ്രബുദ്ധരായ സമൂഹം അതിൽ ഇടതെന്നോ വലതെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായി നിന്നോടുകൂടി തന്നെ കേരള ഭരണകൂടം ഇവർക്കൊപ്പം ഉറച്ചു നിന്നോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഉമ്മാക്കികളെല്ലാം കേരളത്തിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.